പ്ലാവില പൊൻതളികയിൽ പാൽപായസച്ചോറുണ്ണുവാൻ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ. മണിയേട്ടാ, ഇതിപ്പോൾ എപ്പോൾ തുടങ്ങി? ഇത് കാലത്ത് തുടങ്ങി. ഇപ്പോൾ ഒരു കാല് പണി കഴിഞ്ഞ് തുടങ്ങി. ഇനി ഒരു കാല് കൂടി ഉണ്ട്. അല്ല ആശാനെ, ഇതിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ഈ കൊത്തുപണിയുള്ളൂ? ഇത് ഈ വളരിൽ കൂടെ മാത്രം, അതായത് ഈ എൻഡ് കൂടെ മാത്രം. അതൊന്ന് ആ ഭാഗം ചെയ്യണ്ടോ? ഒന്ന് കാണിച്ചു തരും. ഈ ഭാഗം ചെയ്യുന്നുണ്ട്. അത് കാണിക്കൂ. അത് കണ്ടില്ലല്ലോ. ഇതാ നോക്കി നോക്കൂ, കണ്ടാ. ഇത് പ്ലാറ്റ്ഫോം വർക്കാ. അതെ അല്ലേ? ഇനി നമ്മൾ ഇട എടുത്ത് ചെയ്യുന്നുണ്ട്. അത് ഈ മറ്റേ ഫിഗറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇട എടുത്ത് ചെയ്യും. ഇനി ഒരു വിഗ്രഹം അടിക്കണമെന്നുണ്ട്. അത് സുരേഷ് ഗോപിക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം. നമ്മളെ കേന്ദ്രമന്ത്രി ഗണപതി വിഗ്രഹമാണ്. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്ത് ശരിയാക്കും. നല്ലത്. ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളും വേണിച്ചാൽ കൊത്താം. അതല്ലേ? ഇതിൻ്റെ വുഡ്, അതായത് മരം നല്ല കണ്ടീഷൻ ആയിരിക്കണം. ഇത് ഈ ചൊറ പിടിച്ച മരങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴിൽ. അങ്ങനെ പോണു. ഇതിപ്പോൾ ഈ ഉളി എന്ന് പറഞ്ഞത് വട്ടുള്ളി, എന്തതിന് പേര് പറയാം? ഇത് തോട, അങ്ങനെയുള്ള കീറ്റ് പറഞ്ഞ വര, അങ്ങനെ ഉളി. അപ്പോൾ ഇത് ഗുരുവായൂർ പഞ്ചാരമുക്കുന്ന ഉണ്ടാക്കുന്നുണ്ട്. ഗുരുവായൂർ പഞ്ചാരമുക്ക്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് രൂപം വേണമെങ്കിലും ഉണ്ടാക്കും. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലേ? ഇത് വരയ്ക്കാൻ അറിഞ്ഞിട്ടല്ല, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷേ കൊത്താൻ ഭയങ്കര ഈസിയാണ്. അതല്ലേ? അപ്പോൾ ഈ വരയും കൊത്തും തമ്മിൽ ബന്ധമൊന്നുമില്ല? ഇല്ല, വരയ്ക്കില്ല. നമുക്ക് എന്താ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. അതായത് നിങ്ങളുടെ രൂപത്തിൽ വെച്ച് നിങ്ങൾ ഉണ്ടാക്കും. അതെ, അത് ആ ഉള്ളി അങ്ങോട്ട് വെച്ചിട്ട് അതങ്ങോട്ട് വിട്ടാൽ അതൊരു സംഭവമായി. അല്ലേ? അത് ദൈവികമായിട്ടൊരു കഴിവ് അല്ലേ? അല്ലേ? എന്തായാലും നല്ലൊരു കഴിവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇനി എത്ര വർക്ക്? ഇതേമാതിരി ഒരു പീസ് കൂടി ഇരിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ മുകളിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ സെറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ സാധാരണ നിലയ്ക്ക് ഈ വീടുകളിൽ വെക്കുമ്പോൾ ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകില്ലേ? ഇത് പോളിഷാണ് ചെയ്യുന്നത്. പോളിഷ് ഇല്ല, അതറിയാൻ വേണ്ടി ചോദിച്ചാണ്. പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ സെപ്പറേറ്റ് നിറങ്ങളോ വർണ്ണങ്ങളോ? ഇതേ കളറാണ്. ഇതേ കളർ, വേറെ കളറാക്കില്ല. ആക്കില്ല അല്ലേ? അതാണ് അതിൻ്റെ ഭംഗി. ശരിയാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിനുള്ളതാണ്. അതല്ലേ? അതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങനെ അല്ല, അതല്ല, എന്തായാലും കഴിവാണ് ഫ്രണ്ട്സിനായാലും. അപ്പം ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. ഇപ്പോൾ ഒരു പോർഷനിൽ ബാക്കി കാണാണ്ട് നിങ്ങൾ രണ്ട് കൈയിൻ്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇട എടുത്തിട്ട് ചെയ്യുന്നു. അതുകൂടി അതേ ആ കണ്ടിന്യൂ ചെയ്യും അല്ലേ? മറ്റേ കാലിൻ്റെ മുകളിലുണ്ടാവുക. അതല്ലേ? നല്ല അളവ്, കൃത്യനിഷ്ഠ. അതെ, കാരണം ഇതിൻ്റെ വീടിൻ്റെ തച്ചുശാസ്ത്രം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. അതല്ലേ? കുറ്റടിക്കലും ഞാൻ തന്നെയാണ്. അതറിയാം, കുറ്റടിക്കുന്ന ആളാണ് ഞങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് ഞങ്ങൾ. കുറ്റടിക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയില്ല. അതായത് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. കുറ്റടിക്കുന്നത് അറിയാം. കുറ്റടിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. വീടിൻ്റെ കുറ്റടിക്കുക, തൊഴുത്തിൻ്റെ, ഫാമിൻ്റെ, അല്ലെങ്കിൽ വേറെ എല്ലാറ്റിൻ്റെയും ഏത് കാര്യത്തിൻ്റെ കളറിൻ്റെ എല്ലാ കാര്യങ്ങളും, അമ്പലം, അതേമാതിരി മണ്ഡപങ്ങൾ, അതായത് ദൈവത്തറകൾ, അങ്ങനെയുള്ള പാമ്പുംകാവ്, എല്ലാറ്റിനും അങ്ങനെയുള്ള അധികം പ്രശ്നങ്ങൾ തീർക്കലാണ് നമ്മൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് നിങ്ങളൊരു ഗായകനും കൂടിയാണ്. ഞാനൊരു 10-12 വർഷം ഗാന റൂട്ടിൽ നീങ്ങിയത്. ഇത് പഠിച്ചിട്ടാണോ? ഇല്ല, സംഗീതം പഠിച്ചില്ല. ഞാൻ കേരളോത്സവത്തോടെ അങ്ങനെ കയറിയതാണ്. കേരളോത്സവത്തിലൂടെ കയറിപ്പോയതാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ചിത്രം വരച്ചു തരണം, നിങ്ങൾ ചിത്രം, അതായത് ഈ രൂപം സ്വയം ഉണ്ടാക്കണം. അതേമാതിരി തന്നെ സംഗീതം ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, അല്ലേ? ഞാൻ നമ്മുടെ ചാത്തന്നൂർ സ്കൂളിൽ കേരളോത്സവം ഉണ്ടായി. അതിന് ഞാൻ പങ്കെടുത്തു. അതെനിക്ക് ഫസ്റ്റ് കിട്ടി. മുസ്ലിം ഗാനത്തിലാണ് ഫസ്റ്റ് കിട്ടി. പക്ഷേ ഒരു പ്രതീക്ഷിക്കാതെ ഞാൻ കണ്ണൂർ പോകേണ്ടി വന്നിട്ട്. കണ്ണൂരിൽ ചെന്ന് അവിടെ പാനൂർ എന്ന് പറയും, പാനൂർ.
അപ്പോൾ അവിടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കേരളോത്സവം നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഞാൻ ചേർന്നു കേരളോത്സവത്തിൽ. പക്ഷെ അന്ന് അവിടെ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിലെത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്, അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അവിടെ പാടി നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഞാൻ ഈ ജില്ലക്കാരനെല്ലാം പറഞ്ഞ് എതിർത്തു. ശരിയാണ്, അവരുടെ കണ്ണില് ശരിയാണ്. പക്ഷെ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മറ്റേ അവിടെ ചേരാൻ വേണ്ടിയിട്ട്, ആ പഞ്ചായത്തിൽ ചേരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോഴേക്കും അത് ക്ലോസായി. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് അവിടെ ഉള്ളൊരു അജയൻ എന്ന് പറയും, അജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് നമ്മുടെ രാഷ്ട്രീയം. അപ്പം മൂപ്പര് പറഞ്ഞു നമുക്കൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ ഒരു ഗാനമേള ഓർക്കസ്ട്രേറ്റ്. പിന്നെ അങ്ങനെ ഗാനമേളയായിട്ട് നടന്നു. അങ്ങനെ അങ്ങനെ പോയി. എന്തായാലും നന്നായി. പിന്നെ എന്തായാലും നമ്മുടെ ഈ കഴിവ് ഒരു അപാര കഴിവ് തന്നെയാണ് നമ്മൾ പറയുള്ളൂ. കാരണം ഒന്നും പഠിച്ചിട്ട് ചെയ്യണതല്ല, സ്വയം കഴിവ്, അതിനാണ് പ്രാധാന്യം കൂടുതൽ. എന്തായാലും വളരെ ഭംഗിയുണ്ട്. എല്ലാ കാര്യങ്ങളും വർക്കുകൾ നടക്കട്ടെ. ഇപ്പം സുരേഷ് കൊടുക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ഗണപതി വിഗ്രഹം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മുന്നേ തീരുമാനിച്ചാണ്. അതായത് ഇലക്ഷൻ നിൽക്കണം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തല്ല, ആൾക്ക് കൊടുക്കണം, രാഷ്ട്രീയമായിട്ട് ആൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനെ ചെയ്താണ്. പക്ഷെ അതിപ്പോ ചെയ്യും, ഞാനത് ചെയ്തു തുടങ്ങിയില്ലോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഏതോ മരത്തിലാ ചെയ്യാറ്? അത് തേക്കിന്റെ മുകളിൽ. തേക്കിന്റെ മുകളിൽ ഹൈറ്റ് വെയിറ്റ്? അതായത് അതൊരു 3 അടി ഹൈറ്റ്. അതിന് സെപ്പറേറ്റ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു 5.5 അടി ഹൈറ്റായി. എന്തായാലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കഴിവാണ്. ഞാൻ നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ ഇല്ലേ, മൂപ്പർക്ക് കൊടുക്കാണ്ടായി. രാധാകൃഷ്ണൻ അത് തറ കളിക്കുന്നത്, അതായത് നമ്മളെ വേലപൂരങ്ങൾക്കുള്ള തറ. പിന്നെ നമ്മുടെ ജില്ലാ കലക്ടർ രാജു നാരായണസ്വാമി അറിയാം, തൃശ്ശൂർ ഡിസ്ട്രിക്ട് കലക്ടർ, അദ്ദേഹത്തിന് ഞാനൊരു ജമ്പീണ കുതിര കൊടുക്കാണ്ടായില്ലേ. നല്ല കാര്യങ്ങൾ. IM വിജയന് ഫ്രണ്ട് ഡോർ ഫുട്ബോൾ താരം ഇതിഹാസം എന്താ കൊടുത്ത്? അത് ഡോറിൻ്റെ പോലെ അശോക ചക്രം കുത്തിയത്, അത് വർഷങ്ങൾ കുറേ. എന്തായാലും നല്ലൊരു കുറേ ടൈപ്പ് ഉണ്ടാകാൻ കുറേ ആൾക്കാർക്ക്. നവാസ് അത് നമ്മുടെ കൂട്ടുകാരാണ്. നിയാസ് അവൻ്റെ അബുബക്കറിന്റെ അവരുടെ വീട്ടിലെ അതിന്റെ വർക്ക് ഇവിടെ തളിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതിന്റെ കൊത്തുപണി എടുത്തത്. അങ്ങനെ അങ്ങനെ പോകണ്ട, കുഴപ്പമൊന്നുമില്ല. മറിമയത്തിലും ഇതിലും അവനായിട്ട് ബന്ധമാണ്, നല്ല ബന്ധമാണ്. പരിപാടിക്കൊക്കെ ഞാനും ഇടയ്ക്ക് പങ്കെടുക്കലുണ്ട്. എന്തായാലും അവര് വലിയ റൂട്ടിലായി നമ്മള്. അല്ല അത് ഓരോ വഴി, അതിനെക്കാട്ടും നല്ല വഴി എന്താ എനിക്കിത് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായത്. ഇതിന് കുഴപ്പമില്ല, ഇത് നല്ല പരിപാടിയില്ലേ, ഇത് സ്വയം റിസ്ക് ഇല്ല. വെറുതെ ക്ഷമ ഭയങ്കരമായിരുന്നു. ക്ഷമ വേണം. പക്ഷെ മറ്റവർക്ക് ക്യാമറയുടെ മുന്നിലും ഈ ലൈറ്റിന്റെ മുന്നിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യാവർക്കൊക്കെ ഈ പറഞ്ഞ സുരേഷ് ഗോപിക്കായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയാസിനായാലും ഒന്നും തെറ്റിക്കഴിഞ്ഞാലും ക്യാമറയ്ക്ക് മുമ്പിൽ രണ്ടാമത് ചെയ്യാം. ഇത് രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. ഇത് പോയില്ല. മരത്തിന്റെ പൈസ നമ്മൾ എടുക്കണം. അല്ല അതാണ് ഇതിന്റെ ഒരു വലിയൊരു ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസ്ക്. അതായത് ഇത് പോയി മറ്റവർക്കൊന്നും തെറ്റിക്കഴിഞ്ഞാൽ വേറെ രണ്ടാമത് തെറ്റിക്കഴിഞ്ഞാൽ മൂന്നാമത് ടേക്ക് എടുക്കാം. ഇത് ഒറ്റ ടേക്കിൽ നിങ്ങൾ ചെയ്യണം, സ്വയം ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യണം. ഭാര്യ, വീട്ടുകാരെ, കുടുംബം എന്ന് പറയുമോ? ഭാര്യ, 3 മക്കള്. ഭാര്യ, പിന്നെ അച്ഛനമ്മയും മരിച്ചു. പിന്നെ ഏട്ടന്മാരുടെ 2 ഏട്ടന്മാർ മരിച്ചു. ഒരു ഏട്ടൻ്റെ ആളും ഇവിടെ എല്ലാവരും കയ്യിലാണ് സെറ്റിലായി അവിടെ. പിന്നെ മക്കള് 3 ആളും പഠിക്കുന്നു. ഒരാൾക്ക് ജോലിയുണ്ട്, ഷിപ്പിലാണ്, എറണാകുളമാണ്. പെൺകുട്ടിയല്ല, 3 ആൺകുട്ടികളാണ്. ഭാര്യ വീട്ടിലെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകും. അതെ, നമ്മൾ ഇങ്ങനെയായിട്ടും പോകും. ഇതിൻ്റെ മുന്നേ അങ്ങനെ വേറെ വല്ല കലാപരിപാടികളും അങ്ങനെ വല്ല ചാനലോ വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. മറ്റേ ഫ്ലവേഴ്സിൽ പോയി, കോമഡി ഉത്സവം. അത് കൊത്തുപണിയും പാട്ടും കൂടിയിട്ട്. അത് എന്തോ ഒരു അബദ്ധവശാൽ അത് ഒഴിവായത്, ആ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് പോയിട്ട് ഒരാഴ്ച നിന്ന് എല്ലാ പരിപാടി. ഞാനിവിടെ കടപ്പറമ്പത്ത് നിന്നാണ് ഇതിൻ്റെ ഓഡീഷന് പോയത്, ഓങ്ങല്ലൂർ.
അവിടെ ചെന്ന് അവിടുന്ന് പാസ്സായി. അങ്ങനെ ഞാൻ നേരെ വൈറ്റില, അതായത് എറണാകുളം, അവിടെ ചെന്ന് എല്ലാം ക്ലിയറായി. ഷൂട്ടിന് പോകുന്ന സമയത്താകുമ്പോഴേക്കും ബുദ്ധിമുട്ടായി അത്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് പോരുക. അവരൊരു വീണ്ടും എന്നെ വിളിച്ചവർ. സാമ്പത്തികപരമായിട്ടാണോ? അല്ലല്ല, സാമ്പത്തികമല്ല, എന്തോ ചെറിയൊരു പ്രശ്നം. അങ്ങനെ അത് എനിക്ക് പിന്നെ അത് പരിപാടി ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ക്ലിയർ ആയതാണ്. ആ പിന്നെ അവരെന്നെ വിളിച്ചു. അപ്പം അന്നെനിക്ക് പറ്റിയില്ല. ഇത്തവണ ഞങ്ങളെ മീഡിയക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി ഒന്ന് മൂളാൻ പറ്റുമോ? മൂളാലോ. പ്ലാവില പൊൻതളികയിൽ പാൽപായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനു ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേങ്ങുവാൻ കാറ്റിനോടു കഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ ചൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാളിൽ കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. എന്തായാലും വളരെ ഭംഗിയായി. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും പിന്നെ നിങ്ങളെ ഈ കഴിവ് അറിയണം, ജനങ്ങൾ അറിയപ്പെടണം, അറിയണമെന്ന് മാത്രമല്ല കഴിവിനൊന്ന് ഒരു അംഗീകാരം കിട്ടാനും കിട്ടണം എന്നേ നമ്മൾ പറയുള്ളൂ. എന്തായാലും ഭയങ്കര നല്ല കഴിവാണ്. എല്ലാവിധ ആശംസകളും ലാസ മീഡിയയുടെ പേരിൽ നിങ്ങൾ നേരുന്നു. നമ്മൾ പഴയ തലമുറ കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരു പെരുന്തച്ഛൻ, അതേമാതിരി പുതുതലമുറയിലത്തെ ഒരു കഴിവുറ്റ നല്ലൊരു പെരുന്തച്ഛനായിട്ട് മാറട്ടെ എന്നുള്ള ഒരാഗ്രഹം കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. എന്തായാലും ഇത്രയും കഠിന പ്രയത്നം ചെയ്യണ മണികണ്ഠന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ പുതിയൊരു പെരുന്തച്ഛനായിട്ട് മണികണ്ഠൻ ജീവനോടെ വാഴട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാം ഇരട്ടാണത്തെ അമ്മ, അമ്മേ മഹാമായ.